ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഫാക്ടറൈസേഷൻ വഴി ചെയ്യുമ്പോൾ ഭയങ്കര ടഫാണെന്ന് തോന്നുന്നവരാണ് നിങ്ങൾ എങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിൽ നമുക്കത് പഠിക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് നമ്മൾ നോർമലി സോൾവ് ചെയ്യുമ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ലെങ്തി പ്രൊസീജിയേഴ്സാണ് സാധാരണ സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്, SSDD മെത്തേഡ്. സിമ്പിൾ പരിപാടിയാണ്, ബട്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അതിൻ്റെ ടൈപ്പ് എങ്ങനെ വരും, ആ പ്രോബ്ലംസ് എങ്ങനെ വരും, നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ചിലപ്പോൾ ഒരു 3 പ്രോബ്ലം കഴിയുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് the method is so simple than what you learned earlier. Okay, അപ്പോൾ അതിൽ ആ മെത്തേഡിൻ്റെ പേര് ഞാൻ ആദ്യമേ എഴുതിയിട്ടേക്കാം, SSDD മെത്തേഡ്. SSDD മെത്തേഡ്, ഈ 2 കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി. S stands for sum എന്ന് വെച്ചോ, D stands for difference. ഇത് മറക്കരുത്, ഈ 2 പോയിന്റും. ക്യാപിറ്റൽ S stands for sum അല്ലെങ്കിൽ ഡിഫറൻസ്. അതേസമയം സ്മോൾ s ആണെങ്കിൽ സെയിം സൈൻ അല്ലെങ്കിൽ സെയിം സിമ്പിൾ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാന്നുള്ളേ ഉള്ളൂ. സെയിം സൈൻ അഥവാ here it is different sign. ഈ 2 പോയിന്റ് ഓർത്തിരിക്കുക. We will learn that in the problems. Okay, അപ്പോൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുവാണ്. സപ്പോസ് there is a question like x square minus 5x plus 6 is equal to 0. നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ax square plus bx plus c is equal to 0 എന്നാണ്. അതിൽ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ക്ലിയർ? ഇത് സോൾവ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഓൾറെഡി യു ഹാവ് ടു ലേൺ SSDD മെത്തേഡ് അല്ലേ. അതിൽ എന്താണ് ഈ എസ്? ദിസ് ഇസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2 നമ്പറിന്റെ നോർമലി ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. 2 നമ്പറിന്റെ പ്രോഡക്റ്റ് 6 എന്ന് എടുക്കുന്നു, ദെൻ അതിന്റെ സമ്മ് 5. എല്ലാ കുട്ടികളും നോർമലി എടുക്കുന്ന സമ്മ് -5 എന്ന് എടുക്കും. എന്നിട്ട് യു വിൽ തിങ്ക് ദാറ്റ് 6 into 1 ആണോ, അല്ല -6 into 1 ആണോ, 3 into 2 ആണോ, -3 into 2 ആണോ, ഇത്രയും നിങ്ങൾക്ക് തിങ്ക് ചെയ്യേണ്ടി വരും. പക്ഷേ എനിക്ക് ഈ മൈനസ് ആലോചിക്കാനൊന്നും വയ്യ, അല്ലെങ്കിൽ ഒത്തിരി നെഗറ്റീവ്സ് ആലോചിച്ച് കഷ്ടപ്പെടാൻ വയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ മൈനസ് എടുക്കണ്ട. ഞാൻ പറഞ്ഞ പോയിന്റ് ആലോചിച്ചാൽ മതി. 2 ബ്രാക്കറ്റ് കൊടുക്കുക, ഈക്വൽ ടു 0 കൊടുക്കുക. ക്ലിയർ? ധൈര്യമായിട്ട് ഇഫ് ദ കോഎഫിഷ്യന്റ് ഇസ് 1, കോഎഫിഷ്യന്റ് ഓഫ് x square is 1, നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ x ഉം കൊടുക്കാം. എന്നിട്ട് 2 നമ്പറിന്റെ പ്രോഡക്റ്റ് 6ഉം സമ്മ് 5ഉം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരുവിധം എല്ലാവർക്കും അറിയാം. 2 നമ്പറിന്റെ പ്രോഡക്റ്റ് 6 എന്ന് പറയുമ്പോൾ 6 into 1 വരാം, അതുപോലെ തന്നെ 3 into 2 വരാം. 2 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. അപ്പൊ അത് രണ്ടും കൂടി സം എടുക്കുമ്പോൾ 5. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഞാൻ -5 എടുത്തിട്ടില്ല, ജസ്റ്റ് ടേക്ക് 5. അപ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് 3 and 2 അല്ലേ. അപ്പൊ 2 നമ്പറിന്റെ സം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെത്തേഡിൽ നമുക്ക് ഉറപ്പാണ്, സം ആണെന്നുണ്ടെങ്കിൽ സെയിം സൈനേ വരത്തുള്ളൂ, ഒരേ സൈനേ വരത്തുള്ളൂ, ഒരേ സിമ്പലേ വരത്തുള്ളൂ. അതായത് നിങ്ങൾ ഈ എടുത്ത 2 പോയിന്റിനും 3ക്കും 2നും ഒരേ സിമ്പലായിരിക്കും, ഒരേ സൈൻ ആയിരിക്കും. ആ സൈൻ ഏതാണ്? ഇവിടെ നോക്കുക. ക്ലിയർ? ഈ സിമ്പൽ എന്താണോ ആ 2 പേർക്കും അത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ അവിടെ 6ഉം 1ഉം ആണ് വന്നെങ്കിൽ 6നും 1നും ആ 2 ഫാക്ടേഴ്സിനും ഈ സിമ്പലിന് വേണ്ടിയാണ് ഇവര് അടി കൂടുന്നതെന്ന് ആലോചിക്കുക. ആൻഡ് ആ സിമ്പൽ എന്താണോ അത് നിങ്ങൾ അവർക്ക് 2 പേർക്കും കൊടുക്കുക. സോ ഓട്ടോമാറ്റിക്കലി x എന്ന് പറയുന്നത് 3ഉം x വിൽ ബി 2. ക്ലിയർ? ഈ ക്വസ്റ്റ്യൻ നമുക്കറിയാം. അതുപോലെ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാതെ നമുക്കത് മനസ്സിലാവത്തില്ല. ഐ വിൽ എക്സ്പ്ലെയിൻ വൺ മോർ തിങ്. സപ്പോസ് ദ ക്വസ്റ്റ്യൻ ഈസ് x square minus 6x plus 8 equal to 0 എന്ന് വെച്ചോ. അപ്പോൾ നമ്മുടെ മെത്തേഡ് അനുസരിച്ച് 2 ബ്രാക്കറ്റ് കൊടുക്കുന്നു, ഈക്വൽ ടു 0 കൊടുക്കുന്നു. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടെ x എന്ന് പ്രൊവൈഡ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി 2 നമ്പറിന്റെ പ്രോഡക്റ്റ് ഈസ് 8 ആൻഡ് ഈ സിമ്പിൾ ആണ് ഡിറ്റർമിൻ ക്യാപിറ്റൽ S ആണോ D ആണോ എന്നുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ സമ്മിന്റെ ഒരു 2 ക്വസ്റ്റ്യൻ, ഡിഫറൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ സം ആണ് നമുക്ക് മനസ്സിലായി. സം ഇസ് 6. -6 എടുക്കണ്ട, വെറുതെ മൈനസ് ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, ജസ്റ്റ് ടേക്ക് 6. അപ്പോൾ 2 നമ്പറിന്റെ പ്രോഡക്റ്റ് ഏതൊക്കെ വരാം? ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും അറിയാം, ആദ്യം വരുന്നത് 8ഉം 1ഉം ആയിരിക്കും. കാരണം 8 into 1 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 8 into 1 ചെയ്താൽ 8 കിട്ടും. പക്ഷെ നമുക്കറിയാം അത് സം എടുത്താൽ 9 കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ വേറെ എളുപ്പ വഴിയുണ്ട്, അതായത് 8നെ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4 ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ? അപ്പോൾ 4 into 2 ചെയ്താൽ 8 കിട്ടും, 4 plus 2 ചെയ്താൽ 6ഉം കിട്ടും. അപ്പോൾ നമുക്ക് 2 നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമ്മുടെ SSDD ഫോമിൽ അറിയാന്നുള്ളവർക്കറിയാം, സം എന്ന് പറഞ്ഞാലേ സെയിം സിമ്പിളാണ്. ഈ സിമ്പിൾ എന്താണോ അത് 2 പേർക്കും കൊടുക്കുക. ക്ലിയർ? ഈ സിമ്പിൾ പ്ലസ് ആണെന്ന് കരുതുക, 2 പേർക്കും പ്ലസ് ചെയ്യും. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് സമ്മിന്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. ഇനി നിങ്ങൾ നെക്സ്റ്റ് ഡിഫറൻസിന്റെ ഒരു പ്രോബ്ലം കൂടി ഒന്ന് നോക്കുക. സപ്പോസ് ഡിഫറൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇസ് ഗിവൺ ബൈ x square say minus x minus 12 equal to 0 എന്ന് വെച്ചു. ഇങ്ങനെ ഒരു ചോദ്യമാണ്.
ഇതുകൂടെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്താണ് ഈ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്ന്. അഗെയിൻ യു വിൽ പുട്ട് 2 ബ്രാക്കറ്റ്സ്, ഓട്ടോമാറ്റിക്കലി ഇവിടെ എക്സ് കൊടുക്കുന്നു. ഇനി യു തിങ്ക് ദാറ്റ് രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് ഈസ് 12, അതൊക്കെയാണ്. ഈ സിമ്പിൾ നോക്കിയിട്ടല്ലേ ഡിഫറൻസ് ആണോ എന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഡിഫറൻസ് ഇസ് 1. ഞാൻ ആ സമയത്ത് -1 എടുത്തിട്ടില്ല, ശ്രദ്ധിക്കണം. നമ്മൾ ഡിഫറൻസ് 1 എടുത്തിട്ടുള്ളൂ, -1 എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ടെൻഷനൊന്നുമില്ല. മൈനസ് വരുമോ, ഇനി രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, അങ്ങനത്തെ പരിപാടിയൊന്നും നമുക്കില്ല. അപ്പോൾ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് 12 ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞു. ഫാക്ടറൈസിങ് ചെയ്യുമ്പോൾ ആലോചിക്കുക 12 × 1 നിന്ന് തുടങ്ങാം. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 12 × 1 12 ആണ്, പക്ഷേ ഡിഫറൻസ് എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാം 12 - 1 11 ആണ്, 1 അല്ല എന്നുള്ളത്. സോ ഇതിന് ഡിവൈഡ് ബൈ 2 ചെയ്യുക. ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 6 കിട്ടും. അപ്പോൾ ഇവിടെ ഇൻറ്റു 2 ചെയ്ത് നോക്കാം. 6 × 2. ഇനി ഡിവൈഡ് ബൈ 2 ചെയ്യാം. അപ്പോൾ നമുക്ക് ഏത് നമ്പേഴ്സാണ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. 3ഉം 4. ഞാൻ പറഞ്ഞ ഐഡിയ ഇതാണ്. 6നെ ബൈ 2 ചെയ്താൽ 2നെ ഇൻറ്റു 2 ചെയ്യണം. ക്ലിയർ? അപ്പോൾ 3ഉം 4ഉം. Therefore the numbers are 3 and 4. ക്ലിയർ? ഇനി നമ്മൾ പഠിച്ച ഫോർമുല SSDD എന്നല്ലേ. ഡിഫറൻസ് ആണെങ്കിൽ I know ഡിഫറൻസ് സിമ്പൽ ആണ് രണ്ടുപേർക്കും ഉള്ളതെന്ന്. ക്ലിയർ? ഡിഫറൻസ് സിമ്പൽ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ രണ്ടുപേരുണ്ട്, ഞാനും എൻ്റെ ബ്രദറും ഉണ്ടെന്ന് വെച്ചോ. പക്ഷേ എന്നെക്കാളും മൂത്ത ആൾ, അതായത് എന്നെക്കാളും എൽഡർ പേഴ്സൺ, അതായത് ഇവിടെ 3ഉം 4ലും എൽഡർ പേഴ്സൺ ആരാ? 4. മൂത്ത ആൾക്ക് ഈ പ്രിഫറൻസ് പോകും. ഈ സിമ്പലിന് വേണ്ടിയാണല്ലോ നമ്മൾ ഇത്രയും നേരം അടികൂടി കൊണ്ടിരുന്നത് അല്ലേ. ഈ സിമ്പൽ ഈ രണ്ടുപേരിലെയും മൂത്ത ആൾക്ക് പോവും, അതായത് എൽഡർ പേഴ്സണ് പോവും. 3 ആണോ 4 ആണോ വല്ലതും നമുക്ക് എല്ലാവർക്കും അറിയാം, 4 ആണ്. സോ ഇവിടെ എന്ത് സിമ്പൽ കിടക്കുന്നു, യു ഗിവ് ദാറ്റ് സിമ്പൽ ടു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേ ആള് ഓപ്പോസിറ്റ് സിമ്പൽ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ഇതാണ് അതിന്റെ പോയിന്റ്. സപ്പോസ് ഇവിടെ പ്ലസ് ആണെങ്കിൽ 4ന് പ്ലസ് കിട്ടും, കാരണം മൂത്ത ആൾ 4 ആയതുകൊണ്ട് പ്ലസ്. ഇതാണ് നമ്മുടെ SSDD മെത്തേഡ്. ക്ലിയർ? ഓക്കെ, ഇപ്പൊ ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇനി കോഎഫിഷ്യന്റ് ഓഫ് x² 1 അല്ലെങ്കിലും അങ്ങനെ ഒരു കേസ് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് പഠിക്കണം ശരിക്കും പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ഇവിടെ x² ഉണ്ട്, ഇവിടെ എന്തെങ്കിലും നമ്പർ, എനി നമ്പർ, യു ക്യാൻ സേ ഒരു 8 ആണെന്ന് വെച്ചു. കാരണം 8നെ ഇവിടെ ഒരു 2 കൊടുത്തു. സോ 2 × 8 എത്രയാ? 16. ആ 16 വരത്തക്ക രീതിയിൽ ഇവിടെ നമുക്കൊരു പ്രോഡക്റ്റ് ഓഫ് 2 നമ്പർ 16 എന്ന് പറയുന്നത് നമുക്കറിയാം. 4 × 4 16 കിട്ടാം അല്ലേ. ഇപ്പോൾ 4 + 4 8 എന്നുള്ളത് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുവാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് കരുതുക. ലെറ്റ് സി നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടതാണ് കോഎഫിഷ്യന്റ് ഓഫ് x² 1 അല്ല. ക്ലിയർ? അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? പ്രോഡക്റ്റ് എടുക്കുന്നത് ഈ 2നെയും 8നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. സോ 2 × 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ആണ് പ്രോഡക്റ്റ്. നമ്മുടെ സിമ്പലും സൈനും ഒന്നും മാറുന്നില്ല. നമ്മൾ പറഞ്ഞ പോലെ സം തന്നെയാണ്. സം ഇസ് 8. ആസ് യൂഷ്വൽ നമ്മൾ എന്തെടുക്കുന്നില്ല? നെഗറ്റീവ് സിമ്പിൾ എടുക്കുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് മൈനസ് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. മൈനസ് എടുക്കണ്ട. ഓക്കെ, ഇവിടെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമ്മൾ പുറകിലോട്ട് വരുന്നില്ല. നമുക്ക് ബ്രാക്കറ്റ് ഡയറക്റ്റ്ലി ഇടാൻ പറ്റത്തില്ല. യു ഹാവ് ടു റൈറ്റ് 2x² ഫസ്റ്റ്, 8 ലാസ്റ്റ് ഉള്ള 8, കാരണം ഒരു ബുദ്ധിമുട്ട് വരാത്ത രണ്ടുപേർ ആദ്യമേ എഴുതി. ഇനി രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് 16 ആണ്, സം 8 ആണ്. അപ്പൊ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് 16ഉം സം 8ഉം വരുമ്പോൾ 4 × 4 4 + 4. So you know that the two numbers are 4x and 4x. Clear? ഇനി നിങ്ങളുടെ പ്രശ്നം ഈ 4xന്റെ സിമ്പൽ. നമ്മുടെ ഈ മെത്തേഡിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, സിമ്പിൾസ് അല്ലെങ്കിൽ ഈ സൈനുകൾ പ്ലസ് വരുമോ മൈനസ് വരുമോ എന്നുള്ള നമ്മളെ ടെൻഷൻ അടിപ്പിക്കാതിരിക്കുന്ന മെത്തേഡാണ് നമ്മുടെ SSDD മെത്തേഡ്. സോ ലിസൺ, ഇതിനകത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു സം ആണെങ്കിൽ സെയിം സൈൻ ആണെന്ന്, സം ആണെങ്കിൽ സെയിം സൈൻ, സം ആണെങ്കിൽ സെയിം സൈൻ. അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ സിമ്പിളാണ് കൊടുക്കുന്നത്, രണ്ടുപേർക്കും സെയിം സിമ്പിൾ. ആസ് യൂഷ്വൽ കുഞ്ഞുനാളിലെ നമ്മൾ പഠിക്കുന്നതാണ്. കോമൺ എടുക്കാൻ ഈ രണ്ട് പേരിൽ നിന്നും 2x കോമൺ ആണ്. സോ യു വിൽ ഗെറ്റ് x - 2. ഓട്ടോമാറ്റിക്കലി മൈനസ് കോമൺ എടുക്കുന്നു. -4 കോമൺ എടുത്താൽ യു വിൽ ഗെറ്റ് x - 2 = 0. അഗെയിൻ ഈ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ x - 2 കോമൺ എടുക്കുന്നു, യു വിൽ ഗെറ്റ് 2x - 4 ആൻഡ് യു വിൽ ഗെറ്റ് ദി സൊല്യൂഷൻ ഓഫ് x. ക്ലിയർ? അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒരു ലാസ്റ്റ് പ്രോബ്ലം കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം, സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദി എൻറ്റയർ തിങ്. സേ നമുക്കൊരു I will give an example like x² 6 and 2. So 7, I will give 7x here. 7x + 6. നമുക്ക് നോക്കാം ഇത് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ക്ലിയർ? ക്വസ്റ്റ്യൻ ഒന്ന് ഫ്രെയിം ചെയ്ത് വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് x² is not 1,
ആകെ ഒരേ ഒരു വ്യത്യാസം 2 into 6 ചെയ്യണം. സോ 2 into 6 is 12 and the sum is 7. ഇപ്പൊ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് 12 വരും, സം 7 വരും. നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ടതാണ്. നമ്മൾ ആദ്യമേ തിങ്ക് ചെയ്ത് 12 into 1. എന്തായാലും 12 into 1 12 + 1 ചെയ്താൽ ഒരിക്കലും 7 കിട്ടത്തില്ലെന്നറിയാം. അപ്പോൾ ഇതിനെ by 2 ചെയ്തു, ഇവിടെ into 2 ചെയ്തു, കിട്ടുന്നില്ല. സോ by 2 ചെയ്തു, into 2 ചെയ്തു, 3 into 4 കിട്ടി. സോ ഐ ക്യാൻ ഗീവ് ഇറ്റ് ആസ് 2x² ഇവിടെ എഴുതുന്നു, 6 എഴുതുന്നു. ഇതിനൊന്നും ഒരു നമ്മളെ ബുദ്ധിമുട്ടിക്കാത്തവരെ അതുപോലെ കോപ്പി ചെയ്ത് എഴുതാം. ഇനി 4ഉം 3ഉം ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാൻ. ചിലർ ചോദിക്കാറുണ്ട്, സാറേ 4 ഇവിടെ എഴുതണോ, 4 അവിടെ 3 അവിടെ എഴുതണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്. 3x ഇവിടെ എഴുതി, 4x ഇവിടെ എഴുതി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സം ആണെന്നുണ്ടെങ്കിൽ സെയിം സൈൻ ആയിരിക്കും, സം ആണെങ്കിൽ സെയിം സൈൻ, ഡിഫറൻസ് ആണെങ്കിൽ ഡിഫറൻറ്റ് സൈൻ. ഈ സിമ്പിളിന് വേണ്ടിയാണ് ഈ പ്രശ്നം മൊത്തം നമ്മൾ ഉണ്ടാക്കുന്നത്. സിമ്പിൾ കൊടുത്തു, വെരി സിമ്പിൾ. ഇവിടെ രണ്ടിടത്തു നിന്നും എക്സ് കോമൺ, യു വിൽ ഗെറ്റ് 2x + 3. ഇവിടെ രണ്ടിടത്തു നിന്നും 2 കോമൺ, അഗെയിൻ യു വിൽ ഗെറ്റ് 2x + 3. ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് പ്രോബ്ലം പോലെ നിങ്ങൾക്ക് അറിയാം, ഈ രണ്ട് സൈഡിൽ നിന്നും 2x + 3 കോമൺ വരുന്നു ആൻഡ് യു വിൽ ഗെറ്റ് x + 2 = 0. അവിടെ നിന്ന് യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് എക്സ്, രണ്ട് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിന്റെ പേര് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇറ്റ് ഇസ് SSDD മെത്തേഡ്. ലാസ്റ്റ് ആയിട്ട് തലേ കയറ്റിക്കോ. സം ആണെങ്കിൽ സെയിം സൈൻ, ഡിഫറൻസ് ആണെങ്കിൽ ഡിഫറൻറ്റ് സൈൻ. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ax² + bx + c. ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ ax² + bx + c പറയുകയാണെങ്കിൽ നിങ്ങൾ സം ആണോ ഡിഫറൻസ് ആണോ എന്ന് തിങ്ക് ചെയ്യുന്നത് ഹിയർ ലുക്ക്, ഈ സിമ്പിൾ ഇത് മാത്രം ആലോചിക്കുക. ക്യാപിറ്റൽ S ആണോ ക്യാപിറ്റൽ D ആണോ എന്ന്. സം ആണെങ്കിൽ ഈ സിമ്പിൾ രണ്ടുപേർക്കും കൊടുക്കുക. ഡിഫറൻസ് ആണെങ്കിൽ ഈ സിമ്പിൾ എൽഡർ പേഴ്സൺ കൊടുക്കുക, വീട്ടിലെ മൂത്ത ആൾക്ക് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ SSDD മെത്തേഡ്.